നമ്മുടെ അടുത്തുള്ള ഗാർഡനുകളിൽ അതായത് ബൊഗൈൻവില്ല വെറൈറ്റി ബൊഗൈൻവില്ലകൾ കിട്ടുന്ന ഗാർഡനുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവർക്ക് ഈ ചെടിയെല്ലാം എവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പം അതിനുള്ളൊരു ഉത്തരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതൊരു സീക്രട്ട് ഹിഡൻ ഗാർഡനാണ്. ഇത് കോതമംഗലം അടുത്തുള്ളൊരു ഗാർഡനാണ്. ഇത് മെയിനായിട്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ചെറിയ നഴ്സറികളിലേക്കും ചെടികൾ കൊണ്ടുപോകുന്നത് ഇവിടെ നിന്നാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ട് റീറ്റെയിലായിട്ടും മേടിക്കാൻ പറ്റും. അതുകൊണ്ട് വില കുറഞ്ഞ് വെറൈറ്റി ബോഗൻവില്ലകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള അടിപൊളി ഒരു സ്പോട്ടാണ് ഈ ഗാർഡൻ. ഈ ഗാർഡന് 1-2 പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തേത്, നമ്മൾ ചില്ലി റെഡ്, ഫയർ ഒപ്പാൽ എന്നൊക്കെ പറയുന്നത് ഏറ്റവും പുതിയ വെറൈറ്റിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അവർ ഇതെല്ലാം ഔട്ടായി എന്നറിഞ്ഞിട്ട് ഇപ്പോൾ അതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതൊന്നും അവർ പുതിയ തൈകൾ വളർത്തുന്നില്ല. അവർ വേറെ ഏറ്റവും നല്ല പൂക്കളുണ്ടാകുന്ന, എപ്പോഴും പൂക്കളുണ്ടാകുന്ന ഒരു 100 വെറൈറ്റികൾ, അതിൽ തന്നെ ഒരു 25 വെറൈറ്റികൾ സെലക്ട് ചെയ്താണ് അവർ ഇപ്പോൾ തൈകൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ തൈകളാണ് നമുക്കിപ്പോൾ അവിടുന്ന് വാങ്ങാൻ കിട്ടുന്നത്. അതുകൊണ്ട് ഏറ്റവും പുതിയ വെറൈറ്റി കിട്ടാനായിട്ട് പറ്റുന്ന ഒരു ഗാർഡൻ കൂടിയാണിത്. അതുപോലെ തന്നെ പാരിജാതം എന്ന ഒരു പഴയ ചെടി, അപ്പോൾ അത് നല്ല സുഗന്ധമുള്ള ഒരു ചെടി കൂടിയാണ്. അതിൻ്റെ തൈയും അവിടെ കിട്ടും. അപ്പോൾ ഈ കോതമംഗലത്തുള്ള ഈ നഴ്സറിയുടെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കോതമംഗലം എന്ന സ്ഥലത്താണ്. കോതമംഗലം ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ട് ജയം റോഡിൻ്റെ സൈഡിലായിട്ടാണ്. ഞങ്ങളിവിടെ 2018 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ടും ഹോൾസെയിലാണല്ലേ? ഇവിടെ ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും മരുന്ന് കഴിഞ്ഞാൽ കൊടുക്കൂല്ലേ? ഉണ്ട്. കോതമംഗലത്ത് നിന്ന് ആദ്യം ദൂരം ഇല്ലല്ലോ ഇങ്ങോട്ട്? കോതമംഗലം ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ അല്ലേ? നഴ്സറിൻ്റെ പേരെന്താ ചേട്ടാ? ജോയ്സ് ഗാർഡൻസ്. ജോയ്സ് ഗാർഡൻസ് അല്ലേ? ഇല്ല, ഒരു 100-150 വെറൈറ്റികളും ഉണ്ട്. അതെ അല്ലേ? ഇവിടെ അതിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന 20 വെറൈറ്റീസാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണല്ലേ, പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ചേട്ടാ ഇതേതാ റോഡ് വരുന്നത്? കോതമംഗലത്ത് നിന്ന് മൂന്നാർ റോഡ്. ആലുവ മൂന്നാർ റോഡാണ്. ഇപ്പോൾ കൊച്ചിൻ ധനുഷ്കോടി ഹൈവേ ആണല്ലേ? ഓക്കെ. ബട്ടർകപ്പ് എന്നുള്ള വെറൈറ്റിയാണ്. നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വലിപ്പമുള്ള പൂക്കളാണ്. ഇത് മിസ് ഹോളണ്ട് വെരിഗേറ്റഡ് അല്ലേ? നിറച്ചും പൂവുള്ള ഒരു പ്ലാന്റ് അല്ലേ? നിറയെ പൂക്കൂത്. എന്നിട്ട് ഇങ്ങനെ ഈ കളർ കൂടി വരും. അടുത്ത ചൂട് കൂടുന്ന മാസങ്ങളിലേക്കാണ് കളറിന് മാറി വരും. ചില സമയത്ത് ഇങ്ങനെ വെള്ളം മാത്രമായിട്ട് വരും. അങ്ങനെ വ്യത്യാസം മാറി വരുന്ന പ്ലാന്റിൽ നല്ലൊരു വീട്ടിലൊക്കെ മേടിച്ചു വെക്കാൻ പറ്റിയൊരു രസമുള്ളൊരു പ്ലാന്റാണ്, ഭംഗിയുണ്ട്. ലിവർ റെഡ്, അതിൻ്റെ നാരോ ലീഫ് എന്ന് പറഞ്ഞ യുജീനിയാണിത്. പുതിയ ടൈപ്പാണ്. ഇത് നന്നായിട്ട് ബുഷാവുകയും ചെയ്ത് നല്ല കളറും വയ്ക്കും. അതെ അല്ലേ? അതിൻ്റെ പരി പ്ലാന്റ് തവണ വയ്ക്കും. പഴയ ലിവർ റെഡ് അല്ല കേട്ടോ. ഇതിൻ്റെ ലീഫ് നാരോ ആണ്. വീതി കുറഞ്ഞിട്ട് നീളം കുറഞ്ഞിങ്ങനെ മറ്റേ റൗണ്ട് ടൈപ്പായിരുന്നു പഴയതിൻ്റെ. ഇതൊന്നും നമുക്ക് സെയിലിനില്ല കേട്ടോ. അതല്ലേ? ഇപ്പം നമ്മൾ സെയിൽ ചെയ്യില്ല. ഒരു 3-4 മാസം. ഗോൾഡൻ വൈറ്റ് എന്ന പ്ലാന്റാണ്, പുതിയതാണ്. നമ്മൾ ഒത്തിരി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് പ്ലാന്റുകൾ. അതല്ലേ? ആയി വരണേ ഉള്ളത്. ഇത് സോഫ്റ്റ് പിങ്ക്. സോഫ്റ്റ് പിങ്ക് അല്ലേ? ഇതിൻ്റെ തൈ ഉണ്ടോ? ഇതിൻ്റെ തൈ ഉണ്ടാവും, തീർന്നു 1-2 കിട്ടുള്ളൂ. ആട്ട മജന്ത ഈ വെറൈറ്റി ആണല്ലേ? ബട്ടർകപ്പിൻ്റെ പൂവ് നല്ല വലിയ പൂവാണല്ലേ? പൂക്കൾ വലിപ്പമുണ്ട്. പിന്നെ അരികിലൂടെ ആ ഒരു കളർ വരുന്നേ ഒരു സുഖമാണല്ലോ. അതിലാണ് ആ അട്രാക്ഷൻ വരുന്നത്. പിന്നെ ഒരു ചെറിയ ചുരുളിച്ച ഉണ്ടല്ലേ പൂവിന്? ചെറിയ ആരോഗ്യേഷ്യ. ഇത് വെരിഗേറ്റഡ് ആണല്ലേ? എൻ്റെ തൈകളായി വരുന്നേ ഉള്ളൂ. ഇത് പുതിയ വന്നതാ? ഇതെനിക്ക് നമുക്ക് പുതിയത് വന്നതല്ല, എനിക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കിട്ടിയതാണ്. അതല്ലേ? അപ്പോൾ അതിൽ തൈകളായി വരുന്നുണ്ട്. ഇതിലുള്ള പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഇതിങ്ങനെ ചെറുതായിട്ട് പാടുകളേ ഉള്ളൂ, ഇതുപോലെ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇതിനകത്ത് കിട്ടിയേക്കുന്ന ഫുള്ളായിട്ട് വരും. ഇപ്പം ലാസ്റ്റ് വന്ന ഫുള്ള് ക്രീമായില്ലേ? ഫുള്ളും ഇതാണ്. പിന്നെ തൈകളായി വരണ്ട, തൈകളും അതേ ഷേപ്പ് തന്നെ വരുന്നുണ്ടല്ലേ? തൈകളും വരുന്നുണ്ട്. ഓക്കെ. എന്തായാലും ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുണ്ടല്ലേ? അത് അത്യാവശ്യം കൊള്ളാം. പക്ഷെ ഒത്തിരി പേര് അതിന് പറ്റില്ല. ഒരു ചെറിയ ഷെയ്ഡ്. ഇൻഡോർ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെമി ഇൻഡോറിൽ നിൽക്കും. ഓക്കെ. വാട്ടർ മെലൺ കിസ് നമുക്കിത് ഇവിടെ ഉണ്ടാക്കി കിട്ടിയ ഒരു പ്ലാന്റ് ആട്ടോ. അതല്ലേ? ഇവിടെ നിന്നാണ് മിക്കവാറും ഇതിന്റെ മദർ പ്ലാന്റ് പലയിടത്തേക്ക് പോയിട്ടുള്ളത്. അതല്ലേ? ഫ്ലെയിം റെഡ് വരുന്നേ ഉള്ളൂ. സക്കുറ ബെല്ലാക്കനിൽ പെട്ടതാണോ? അതിന്റെ കളറൊക്കെ പൂക്കളുടെ ഒക്കെ കളർ അത് തന്നെയാണ്. അതിൽ പിങ്ക് പാച്ച് എന്നാണ് എൻ്റെ പേര്. അതല്ലേ? ഇതിന്റെ തൈ ഉണ്ടോ? നമുക്ക് തൈ ഇല്ല. ഇത് അങ്ങനെ ഒത്തിരി പൂക്കുന്നവരാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങളിവിടെ പുതിയ ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പഴയത് വന്ന് ഇപ്പോൾ ചില്ലി വെറൈറ്റീസ് എല്ലാം ഞങ്ങൾ നിർത്തി. അങ്ങനെ ഞങ്ങൾ ചെയ്യും. മാർക്കറ്റിൽ ഡിമാൻഡുള്ള ഏതാണോ അത് ചെയ്യും, മാത്രമേ ചെയ്യുള്ളൂ, വേറെ ചെയ്യില്ല. പിന്നെ നന്നായിട്ട് പൂക്കണോ കേട്ടോ, അതല്ലാതെ പൂവില്ലാത്ത നമ്മൾ കയറ്റി ചെയ്യില്ല.
ഇതിന് വളപ്രയോഗം എങ്ങനെയാണ് മെയിനായിട്ട്? വളപ്രയോഗം ബോയിമിലേക്ക് നമ്മൾ സാധാരണ പോലെ തന്നെ ചാണകപ്പൊടി, എല്ലുപൊടി കുറച്ച് കൂടുതലിട്ട് കൊടുക്കണം. എല്ലുപൊടി കൂടുതൽ വേണം അല്ലേ? മഴക്കാലമൊക്കെ വരുമ്പോഴത്തേക്കും ഫാക്ടം ബോസ് ഇട്ട് കൊടുത്താൽ മതി. മറ്റേ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഫോസ്ഫറസും പൊട്ടാഷും കൂടുന്ന രൂപത്തിലുള്ള വളങ്ങളായിരിക്കും കൊടുക്കേണ്ടത്. ഈ 0, 0, 40, 37 എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വളങ്ങളുണ്ട്. ആ വളങ്ങൾ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് പൂക്കാനുള്ള ടെൻഡൻസിയാണ്. നനയുടെ കാര്യത്തിലാണെങ്കിലോ? നന ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം നനച്ചാൽ മതി. പിന്നെ നന നോക്കി കൊടുക്കണം. കണ്ടമാനം വെള്ളം ഒഴിക്കാനും പാടില്ല, എന്നാൽ തീരെ കുറഞ്ഞും പോകാൻ പാടില്ല. ചെറുതൊരു വാട്ടം തട്ടിയാലാണ് പൂ കൂടുതൽ വരിക അല്ലേ? അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതിനകത്തൊന്നും വലിയ ശാസ്ത്രീയത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് പാരിജാതം അല്ലേ? കുഞ്ഞു കുഞ്ഞു പൂക്കളല്ലേ? ചെറിയ ചെറിയ പൂക്കളാണ്, പക്ഷെ മണം നന്നായിട്ടുണ്ട്. അതല്ലേ? ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ചെമ്പകത്തിൻ്റെ മണമുണ്ടല്ലേ? നല്ല മണമാണ്. പല വീടുകളിലും അത് പണ്ട് മരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ തൈ നമുക്ക് കൊടുക്കാനുണ്ടോ? തൈ കുറച്ചുണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കും. ഇവാവെരിഗേറ്റഡ് അല്ലേ? ഇവാവെരിഗേറ്റഡ് പഴയ പ്ലാന്റാണ് കേട്ടോ, ഒത്തിരി പുതിയൊന്നുമല്ല. പക്ഷേ തൈകൾ പണ്ടും കുറവുള്ള നന്നായിട്ട് പൂക്കുന്നവരാണത്. എല്ലാം ഡിമാൻഡ് ഉണ്ടല്ലേ? ഡിമാൻഡുള്ളതാണ്. ഹവായി വൈറ്റ് ആണല്ലേ? എത്ര തന്നെ പ്ലാന്റിൻ്റെ പേര്. നന്നായിട്ട് പൂക്കുന്നതിനാണ്. പുതിയനാണല്ലേ? പുതിയാണ്, നിറയെ പൂക്കും. ബാലക അതിൻ്റെ പേര്. ബാലക. സുചിത്രാ സെന്നിൻ്റെ അതേ ഫാമിലി? സെയിം ഫാമിലി. ബാലക. ചുനി ഗോസ്വാമി എന്ന പ്ലാന്റ് ആണത്. ഇതും മറ്റേ അത് മൂന്നും ഒരാളുടെ തന്നെ ഇതിൽ പേരിലുള്ള. അതെ. മഹാറാണി എന്നുള്ള പ്ലാന്റ് ഇത് എല്ലായിടത്തും തന്നെ ഇപ്പോൾ കോമൺ ആയി കഴിഞ്ഞു. വ്യത്യസ്തമായ നിറങ്ങൾ പല കളർ വരും അല്ലേ? അങ്ങനെ തൂക്കുന്ന പൂത്ത് വരുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സാധനം. മഹാറാണിൻ്റെ അല്ലേ? മഹാറാണി തന്നെ. മദർ പ്ലാന്റ്. മദർ പ്ലാന്റ്. പ്ലാന്റ് പൂത്ത് വരണേ ഉള്ളത്. മാർബിൾ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണത്. മാർബിൾ വൈറ്റ് അല്ലേ? മാർബിൾ വൈറ്റ്. ഇതൊന്നും അധികം മാർക്കറ്റിൽ വന്നിട്ടില്ല അല്ലേ? മാർബിൾ വൈറ്റ് ഒത്തിരി അങ്ങനെ മാർക്കറ്റിൽ പോയിട്ടില്ല. ഇതിന്റെ ഗ്രീൻ ലീഫ് ഉള്ളത് കണ്ടോണം മാർക്കറ്റിലുണ്ട്. കാരണം പിന്നെ ഇതിന് അത്ര വലിയ മാർക്കറ്റ് പിടിച്ചില്ല. മാത്രമായിട്ട് ഇതുണ്ട്. ഈ ഒരു പ്രത്യേക റെഡായിട്ട് വരും. പിന്നെ ഇത് ഇങ്ങനെ പകുതി പിങ്കും റെഡും വൈറ്റും ആണ് മിക്സ് ആയിട്ട് വരും. ഇതൊക്കെ അങ്ങനെ വരുന്ന പ്യുവർ വൈറ്റ് ആയിട്ടും വരും. വൈറ്റ് ആയിട്ടും വരും. മഹാറാണി നല്ല ഡിമാൻഡുള്ള ഒരു മഹാറാണി ഡിമാൻഡുള്ള പ്ലാന്റ്. ഇത് ഒത്തിരി പഴയ പ്ലാന്റുകളാണ്, ഒത്തിരി പഴയതാണ്. പിന്നെ നമുക്ക് ഈ കളറായിട്ട് മാറി വരില്ല. അതല്ലേ? അത് പിന്നെ മഞ്ഞ തന്നെയായിരിക്കും. മഞ്ഞയായിരിക്കും. പിന്നെ അപൂർവം മഞ്ഞ മാറി കളറായി വന്നെന്ന് പറയുന്നുണ്ട്, നമുക്ക് അനുഭവമില്ല. അതല്ലേ? ഇത് അടർന്നാന്ന് പറയുമ്പോൾ 2-3 കളറുകൾ വരും. 2-3 കളർ വരും. മാറി മാറി വരും. നന്നായി പൂക്കും. ഇപ്പോൾ പൂവുള്ളത് ഇപ്പോൾ വന്നപ്പോൾ കണ്ടില്ലേ, ഒരെണ്ണം വിറ്റ് പോയില്ലേ? 1-2 എണ്ണം 3-4 എണ്ണം ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റ് പോയി. ഇതിന്റെ ഇലകളിലാണ് ആ ഒരു മഞ്ഞപ്പ്. ഇതിന്റെ തൈ ഉണ്ടോ? നമുക്ക് തൈ ഉണ്ട്. തൈ തീരാറായിട്ടോ, കുറച്ചേ ഉള്ളൂ. കോളുണ്ട്. ഇതിന്റെ കളർ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അടുത്ത മാസം നമുക്ക് വേറെ ആയിരിക്കും. പ്യുവർ വൈറ്റ് ആയിട്ട് വരും അല്ല, ഇങ്ങനെ പിങ്ക് പോകുന്നതിനനുസരിച്ചാണോ പിങ്ക് കൂടി വരിക? അതെ. വിരിയുമ്പോൾ വൈറ്റ് ആണല്ലേ? അതെ. ഇത് സോഫ്റ്റ് മിസ് ഹോളണ്ട് അല്ലേ? മിസ് ഹോളം. ഓക്കെ. ഇത് സോഫ്റ്റ് പിങ്ക്. ഇതും കുനുകുന പൂവുണ്ടാവും അല്ലേ? നിറച്ച് പൂവുണ്ടാവും. പിങ്കും അല്ലേ? വാട്ടർമെലൺ കിസ് ആണ്. ഇപ്പൊ നമ്മളതിന്റെ ഷെയ്ഡിലായിരുന്നേ. ഇപ്പൊ നമ്മളെ വെയിലത്തൊക്കെ ഇറക്കിയുള്ളൂ. വെയിലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സാധനത്ത് കളർ ഒരു 3 ഇരട്ടി മാറും. ഇതാണ് കളർ, നല്ല വ്യത്യാസം വരും. ഈ ഒരു കളറിലേക്ക് വരും അല്ലേ? അങ്ങനെ വരും. ഷെയ്ഡിൽ വരുമ്പോഴാണ് നല്ല കളർ വരിക അല്ലേ? അല്ലല്ല, വെയിലത്ത് വരുമ്പോൾ. ഷെയ്ഡിൽ വരുമ്പോൾ അത് ഷെയ്ഡിൽ നിന്ന് പൂത്താകും. ഷെയ്ഡിൽ ഇപ്പൊ ഈ കളർ ലൈറ്റ് ആയി പോകും. ഇങ്ങോട്ട് വെയിലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കളറായില്ലേ? ഇത് തിമ്മ അല്ലേ? തിമ്മയാണ്. ഫോക്സ് സ്റ്റൈൽ അല്ലോ അല്ലേ? വിരിയുമ്പം ഈ ഡാർക്ക് യെല്ലോ വരും, പിന്നെ അത് ക്രീമായിട്ട് വരും അല്ലേ? ഇത് കുറച്ച് പഴക്കമുള്ള മദർ പ്ലാന്റ് അല്ലേ? അതിന് പഴക്കമുണ്ട്. ഇത് നമ്മുടെ ബട്ടർ കപ്പ് നല്ല വലിയ പൂവാ അല്ലേ? പൂക്കൾ വരുന്ന കളറും വരിയുടെ ഒരു ഡിസൈൻ പറഞ്ഞില്ലേ? റെഡ് നിറച്ച് പൂത്തുള്ളൂ. വൈറ്റ് അല്ലേ? ബ്രസ്സാണ്. ഈ 3 കളറേ ഞങ്ങളുടെ ഉള്ളൂ. വൈറ്റും റെഡും പീച്ചും ാണ് അതിലെ വ്യത്യാസം. ലീഫിലുള്ള ചെറിയ വ്യത്യാസമാണ്. പൂക്കൾ രണ്ടും ഇതുമായിട്ട് ഈ മിസ് ഹോളണ്ട് വെരിഗേറ്റഡും ഈ മാജിക് ഐസ്ക്രീമിന്റെ പൂക്കൾ ഒരുപോലെയാണ്. പക്ഷേ ലീഫിന്റെ വ്യത്യാസമാണുള്ളൂ. ലീഫിലുള്ള ഇത് മാത്രമേ ഉള്ളൂ. അത് ഇത് കാണിച്ചു കൊടുത്തു. ഇതാണോ സെയിം? ലീഫിന്റെ ആ കളറിൽ വ്യത്യാസം വരും. ഇത് പോളണ്ട് അല്ലേ? മിസ് ഹോളണ്ട് വെരിഗേറ്റഡ് ആണോ? മിസ് ഹോളണ്ട് വെരിഗേറ്റഡ്. നമ്മൾ അപ്പുറം കണ്ടത് വെരിഗേറ്റഡ് അല്ലാത്തതാണ് അല്ലേ? വെരിഗേറ്റഡ് അല്ലാത്തത്. ബെല്ലാഖാൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. അപ്പൊ പൂവുള്ളതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ പൂവില്ല, ആയി വരുന്നേ ഉള്ളൂ. ഇതാണ് ആ ഒരു നല്ല ഭംഗിയുള്ള പൂവാണല്ലേ?
ആ നല്ലതാണ്. എന്നാൽ തൂക്കേട്ടിലേക്ക് ഇടാൻ വളരെ ഭംഗിയായിട്ടിരിക്കും. പ്ലാനായിട്ടുള്ള ആ ആ അതിൻ്റെ വെരിഗേഷനുള്ള ഭാഗം കാണുന്നത്. ഓ വയലറ്റ് സെപ്റ്റംബർ അല്ലേ? അടർണയുടെ വലിയ പ്ലാന്റാണ്. പക്ഷേ ഇതിൽ കൂടുതൽ നമുക്ക് ആ ഓറഞ്ച് കളറാണ് വന്നേക്കണേ അല്ലേ? അത് ഞങ്ങൾ ഈ മഞ്ഞ വരുന്ന ആ പോർഷൻ വെട്ടിക്കളയും. ആ അതെ അല്ലേ? അപ്പോൾ അതിന് വെച്ചാൽ അത് പിന്നീടും വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ തന്നെ വരുള്ളൂ. ഓ ഓ അതുകൊണ്ട് ആണത്. അതെ അല്ലേ? ഇതും വലിയ പ്ലാന്റ് ആയില്ലേ? ആ ഇത് നമ്മൾ എല്ലാ വർഷവും ഇതിൽ നിന്ന് നമ്മൾ കട്ടിങ് എടുക്കുന്നു. ഓ ഇവ വെരിഗേറ്റഡ്. ആ ഗോൾഡൻ സമ്മർ ഇത് ഓ നമ്മുടെ ഹവായി വെയിറ്റിൻ്റെ ഒക്കെ മാതിരി തന്നെ പൂക്കള് വെരിഗേറ്റഡും ആണ്. ആ ലീഫിനകത്ത് ആ ഗോൾഡൻ നിറവും വരുന്ന ഈ വെരിഗേഷനാണ് അതിൻ്റെ പ്രത്യേകത. ഓറഞ്ച് ഉണ്ട്, റൂബി ഉണ്ട്, പക്ഷെ അതിന് പൂക്കളായിട്ടില്ല. ഫ്ലെയിം റെഡിന്റെ വെരിഗേറ്റഡ് ഇപ്പം പുതിയത് തോന്നാല്ലേ? അതെ അതെ വെരിഗേറ്റഡ് ആണ് അത്. അതെ അല്ലേ? പിന്നെ ഓറഞ്ച് വെരിഗേറ്റഡും ഉണ്ട്. അതും അപ്പുറത്ത് ചെറുതായിട്ട് പൂ വരണേ ഉള്ളൂ, ആവണുള്ളൂ. ഇത് ഓറഞ്ച് വെരിഗേറ്റഡ് അല്ലേ? ആ ചില്ലി റെഡും അല്ലേ? അതെ അതെ. ഇതൊക്കെ വലിയ വലിയ പ്ലാന്റ് പ്ലാന്റാണ്. ഇതായി വരുന്നേ ഉള്ളൂ. ഒരു ലൈറ്റ് വയലറ്റ് അല്ലേ? വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുള്ള് വെരിഗേറ്റഡും നിറച്ച് പൂ ഉണ്ടാവും തോന്നുന്നു അല്ലേ? ആ ഉണ്ടാവും ഉണ്ടാവും. ഞങ്ങളും കാണാതെ, പക്ഷെ നമ്മളിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനില്ല. കാരണം ഇത് കണ്ടുപോകാൻ എല്ലായിടത്തും ആയ കാരണം ഞങ്ങൾ ഇത് ചെയ്യുന്നില്ല. ടാങ്ലോണൊക്കെ ഇപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു അല്ലേ? ഡിമാൻഡ് കുറഞ്ഞു. ടാങ്ലോൺ ഗ്രൂപ്പ് മൊത്തത്തിൽ ഡിമാൻഡ് കുറഞ്ഞു അതോ? ഡിമാൻഡ് കുറഞ്ഞു വെച്ചാൽ റെഡിന് നല്ല ഡിമാൻഡ് ഉണ്ട്. റെഡ് പിങ്ക് ഒക്കെ. അതെ അല്ലേ? അത് നമ്മുടെ ഫ്ലെയിം റെഡിൻ്റെ മദർ പ്ലാന്റ് ആണ്. അതെ അല്ലേ? ഇത് നല്ല അടർന്നയാണല്ലേ? അടർണയുടെ ചെറിയൊരു ലീഫിൻ്റെ ഒരു വെരിഗേഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കിയതാണ്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. ഇങ്ങനൊരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? ആ ഇത് മാറ്റം വരാമല്ലോ. ഗോസ്വാമി പുതിയതാ? അദ്ദേഹത്തിൻ്റെ ആണ് ഈ ബാലകയും നമ്മൾ നേരത്തെ ആദ്യം കണ്ടേ ഇതൊക്കെ വരുന്നത്. സുചിത്രാസനല്ലേ? യെല്ലോ ഫാൻറ്റസി. അതല്ലേ? ഇത് പഴയതാണോ അതോ? പഴയ പ്ലാന്റ് അത്. ലേഡി ബേഡ് ബാട്ടിക്കെന്നാണ് ഇതിൻ്റെ പേര്. ആയി വരുന്നേ ഉള്ളൂ തൈകൾ കേട്ടോ. അതല്ലേ? മൊണോലിസ റെഡ്. നേരത്തെ പഴയ റെഡ് അല്ല കേട്ടോ, ഇപ്പോഴത്തെ പുതിയതായിട്ട് വന്നിരിക്കുന്ന റെഡാണ്. ഓ കുറച്ചുകൂടെ ഡാർക്ക് റെഡ് അല്ലേ? ഒരു കാണാൻ കുറച്ചുകൂടി കളറുണ്ട്. മൊണാലിസ റെഡ് അല്ലേ? പീസ് തോന്നുന്ന പ്ലാന്റ് ആണ്. നമുക്ക് ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആ തിമ്മ വെറൈറ്റിയുടെ അതുമാതിരി തന്നെ പൂക്കളും ഒക്കെ അങ്ങനെ. റെഡിന് പകരം പീച്ചും പിന്നെ വൈറ്റും കൂടെ ഉള്ളത്. മൊണോലിസ പീച്ച്. ഇത് ഡയമണ്ട് ഓറഞ്ച്. ഡയമണ്ട് ഓറഞ്ച് അല്ലേ? ഡയമണ്ട് ഓറഞ്ച് പ്ലാന്റ് ആണത്. കഴിഞ്ഞ 2 വർഷമായിട്ട് മാർക്കറ്റിലുണ്ട്. പിങ്ക് പാന്തർ. ഇത് ഗോൾഡൻ ബിജോയ്സോ? ഗോൾഡൻ ബിജോയ്സ്. ഗോൾഡൻ ബിജോയ്സ്. ബാലകയുടെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റ് പിങ്ക് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ബാലക നമുക്ക് ഗ്രീൻ കലർന്നൊരു വൈറ്റ് ആണ് ഒറിജിനല്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ സങ്കലനം വന്ന ഒരു പിങ്ക് കൂടി വന്നിട്ടുണ്ട്. വളരെ ലൈറ്റ് പിങ്ക് ആണ്. ലൈറ്റ് പിങ്ക് ആണ് ഇതിലെ സുചിത്രേൻ്റെ പ്ലാന്റുകളാണല്ലേ? ആ അതിൻ്റെ മദർ പ്ലാന്റ് അത്. അതല്ലേ? കുറച്ച് പൂ കൂടുതലുണ്ടല്ലേ ഈ ഭാഗത്തേക്ക്? ഞങ്ങൾ മിക്കവാറും ഇതൊക്കെ നീണ്ടു പോകാൻ വേണ്ടിയിട്ട് ഇട്ടേക്കും. നമുക്ക് കമ്പ് കിട്ടൂല അല്ലേ? കമ്പ് കിട്ടാൻ വേണ്ടി. താങ്ലോങ് റെഡ്. ഇതല്ലാതെ വേറെ ഒരെണ്ണമുണ്ട്, അത് താങ് റെഡ് അല്ല. ഇത് ശരിക്കും മറ്റേ താങ്ലോണിനേക്കാളും കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. പൂക്കൾക്ക് വലിപ്പം കൂടുതലുണ്ട്, നല്ല കളറും ഉണ്ട്. മറ്റേ വേറെ ടിസ്റ്റർ എന്ന് പറഞ്ഞാൽ വേറെ ഒരെണ്ണമുണ്ട്, പക്ഷെ അത് താങ്ലോങ് അല്ല. കുറച്ചുകൂടെ ചുരുണ്ടിരിക്കും. തുറക്കില്ല ഇത്രയും? ആ തുറക്കില്ല. അല്ല തുറക്കും, അത് തുറന്നു പോകും. ഇത് അത്രയും തുറക്കില്ല. ഇതിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴും. ഇത് താങ്ലോങ്ങിന്റെ ഒരു പുതിയതാണ്. ഇതിന്റെ പൂക്കൾ ഒട്ടും തുറക്കില്ല. ഇത് ഇങ്ങനെ തന്നെ ഏറ്റവും കൂടുതലുള്ള തുറവ് ഇതാ. ഇത് താങ്ലോണിന്റെ പുതിയ പിങ്ക് ആണല്ലേ? പുതിയ പിങ്ക്. ഇത് മിക്സ് ആയിട്ടിരിക്കുന്നത് പല എല്ലാത്തിനും തന്നെ തൈകൾ കൂടെ ഉണ്ട്. നമ്മുടെ ഫ്ലെയിം റെഡിന്റെ മദർ പ്ലാന്റ് അല്ലേ? പൂക്കളാവണേ ഉള്ളൂ അതിനകത്ത്. അടുത്ത ഫ്ലവറിങ് വരുമ്പോഴത്തേക്കും ഫുള്ളാവും. തവണ മഴ കൂടുതലായതുകൊണ്ട് മഴ കൂടുതൽ ഇപ്പോൾ താമസിച്ചു അല്ലേ? 3 ദിവസം മുമ്പ് വരെ മഴയായിരുന്നു. ലൈറ്റ് പിങ്ക് നമ്മുടെ താഴത്ത് കണ്ടില്ലേ, അതിൽ നിന്ന് ഒരു ഇച്ചിരി വ്യത്യാസം മാത്രമേ ഉള്ളൂ. 1 മാസമാകും. അരുണയുടെ ഓറഞ്ച്, പിന്നെ റെഡ് കൂടെ ഉണ്ടായിരുന്നു. മിലോ എന്നാണ് ഈ പ്ലാന്റിന്റെ പേര്. മിലോ ബാട്ടിക്ക് വേറെ വെരിഗേറ്റഡ് ആയിട്ട് വേറെ ഒരെണ്ണമുണ്ട്. മിലോ ബാറ്റിക്കും മിലോയും വേറെ വേറെ.
ഇത് നല്ല കുഞ്ഞു കുഞ്ഞു പോവാല്ലേ? ാണ് ഇത് നമുക്ക് അത്യാവശ്യം നന്നായിട്ടുണ്ട് കയ്യിൽ. ഒരു 3,000-4,000 പ്ലാന്റ് കാണുമായിരിക്കും. അതല്ലേ? ഇതിപ്പോൾ ഉണ്ടായിരുന്നൊക്കെ കഴിഞ്ഞ ദിവസം കൊണ്ട് പൂവുണ്ടാകുന്ന എല്ലാം തീർന്നു പോയില്ല. പിന്നെ ഇപ്പം ആയി വരണേ. ഇത് മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട് അല്ലേ? നല്ല ഡിമാൻഡ് എപ്പോഴും ഉണ്ട്. ഈ പൂന ചെത്തിക്ക് എന്താ പ്രത്യേകത? എപ്പോഴും പൂണ്ടാവോ? എപ്പോഴും തന്നെ പൂവുണ്ടാവും. സീസണൊന്നുമില്ല? ഇല്ലില്ല. ഇത് വേറെ കളറുണ്ടോ? ഓരോ ഒറ്റ കളറോ? അത് ഈ റെഡ് മാത്രമേ ഉള്ളൂ. ഇൻഡോർ കലാത്തിയ. ഇൻഡോർ എന്ത് ശരിക്കും നമുക്ക് ഇൻഡോർ നിൽക്കും. കലാത്ത ഇപ്പോൾ നമുക്ക് ഹൈറ്റ് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഷെയ്ഡ് കൊടുത്താൽ അങ്ങനെ ഹൈറ്റ് കയറി വരും. ഇതല്ല വെയിലടുത്ത അത്യാവശ്യം വെയിൽ വെക്കുകയാണെന്ന് നമുക്ക് ചെറുതായിട്ട് അടിയിൽ നിൽക്കും. ഇപ്പൊ നമുക്ക് ഇൻഡോർ ആയിട്ട് ഒന്നാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെടിയത്. പറഞ്ഞേ കലാത്തിയ ലൂട്ടിയ. അതിന്റെ കളർ നമുക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ കളർ മാറി വരും. റെഡ് കളർ ആവൂല്ലേ? നല്ല റെഡിലേക്ക് മാറും. ഇത് ക്രോട്ടൺ. പേരെന്താ പറഞ്ഞേ? ഇത് ക്രോട്ടൺ മാത്രമാണ്. ഇന്ന പേരങ്ങനെ ഇതിന് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ക്രോട്ടൺ എന്നാണല്ലേ? ക്രോട്ടൺ. പക്ഷേ ഇതിന്റെ വെറൈറ്റി ആണ് ഇപ്പം റെഡ് കളർ വരും. സാധാരണ വഴി സൈഡിൽ നിൽക്കുന്ന ആ ഒരു മഞ്ഞ. അതിന്റെ ലീഫിന് താരങ്ങനെ ലീഫിന് നീളം കൂടുതലായിരിക്കും. ഇതിനത്ര നീളം ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. ഇത് ആപ്പിൾ ക്രോട്ടണിന്റെ വലുത്. ഇത് നമ്മുടെ ചെറുത് ഉണ്ട്. ചെറുതിനത്ര വിലയില്ല. ഇതിന്റെ ലീഫ് വളരെ വലുതായിട്ട് വരും. ഇത് അങ്ങോട്ട് ഇവിടുത്തെ ഉണ്ടോ നല്ല വലിപ്പം. കളറും പോണം മാറി വരും കേട്ടോ. ഇതിപ്പോ പുതിയ വെറൈറ്റി അല്ലേ? പുതിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. നേരത്തെ ഇതിന്റെ ചെറുതുണ്ടായിരുന്നു. വലുത് അങ്ങനെ വ്യാപകമായിട്ടില്ല. നമുക്ക് കുറച്ച് തൈ കൊടുക്കാനുണ്ടല്ലേ? കുറച്ച് തൈ ഉള്ളൂ, ഒത്തിരി ഒന്നും. ഇതിന് നിറം അടുത്ത മാസങ്ങളിൽ വ്യത്യാസം വരും. റെഡ് ആയിട്ട് വരും. കൂടുതൽ റെഡിലേക്ക് വരും അല്ലേ? ഇത് കൂടുതൽ റെഡ് ആയിരിക്കും. റെഡും യെല്ലോ ആയിരിക്കും കൂടുതൽ. ഓക്കെ. ഇതിന്റെ പേരെന്താ പറഞ്ഞേ? ഡിഷ്മോഡിയ ഐസ്ക്രീം അല്ലേ? ചില്ലി ഐസ്ക്രീം. ഇതൊന്നും നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്യണില്ല അല്ലേ? ഇല്ല. അതൊക്കെ ഉണ്ട് മാർക്കറ്റിൽ. എല്ലായിടത്തും തന്നെ ഇതുണ്ട്. ഇപ്പോൾ പ്ലാന്റ് CC പ്ലാന്റുകൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുക ചെയ്യുന്നത്. അതെ. കൂടുതലും അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. ഇവിടെ തന്നെ ഉണ്ടാക്കി വെക്കും. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റുകളാണല്ലേ? ഇൻഡോർ CC പ്ലാന്റിന്റെ ഗ്രീനും ബ്ലാക്കും ആണത്. അത് ലീഫിലൂടെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ ഓരോ ലീഫുകൾ ഇങ്ങനെ കുത്തി വെച്ചേക്കുന്നത്. പ്ലാന്റിന്റെ വെറൈറ്റീസ് ആണ്. ഓരോ വെറൈറ്റീസ് നമ്മൾ നട്ടേക്കുന്നത് മാത്രമേ. ഇതൊക്കെ പിന്നെ എപ്പോഴും ഡിമാൻഡ് ഉള്ളതല്ലേ? അതിന് മറ്റേ ഇൻഡോർ വെക്കാൻ വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഞങ്ങളിപ്പോൾ അത് ഒക്കെ തിരിച്ച് വെച്ചേക്കുന്നത്. പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ പൊക്കം കൂടിയിട്ടുള്ള ലീഫ് വെറൈറ്റി. ഇതും മറ്റേ സ്നേക്കിന്റെ തന്നെ പ്ലാന്റിന്റെ ഒരു വെറൈറ്റീസ് ആണ്. അതിന്റെ വലിപ്പം ഈ ലീഫിന്റെ വലിപ്പം കണ്ടോ? കണ്ടോ? അതാണ് നല്ല വലിപ്പം വരും. അതുകൊണ്ട് തൈകൾ കുറച്ച് ആവാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന തൈകൾ ചെയ്തേക്കുന്നത്. ഗോൾഡൻ ബാമ്പു. ഇത് വലിയ പ്ലാന്റ് ആയാലോ? ഇത് ഏതാ? നമ്മുടെ സക്കൂറയുടെ മദർ പ്ലാന്റാ. സക്കൂറ കിട്ടിയപ്പോൾ ഇത്രയും വലിയ പ്ലാന്റിലേക്ക് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ ഇത് സക്കൂറയല്ല. ഇവിടെ മുതലാണ് സക്കൂറ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് യൂജീനയുടെ ലിവർ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. പക്ഷെ ഇത് നമ്മുടെ പഴയ ലിവർ റെഡ് അല്ല. ഇത് നാരോ ലീഫ്. നമ്മുടെ ഇതിന്റെ ലീഫുകൾക്ക് ഇത് ഉണ്ടോ? നീളം വയ്ക്കും അതുപോലെ ഇതുണ്ടോ? നീണ്ടവര് എല്ലാത്തിനും ലീഫ് ഇങ്ങനെ നിൽക്കുള്ളൂ. മദർ പ്ലാന്റ് ഇവിടെയാണ് സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ മദർ പ്ലാന്റ് ഇവിടെ ഇട്ടേക്കും. അതിനുശേഷം ഇതിൽ നിന്നാണ് നമ്മൾ കമ്പെടുക്കുക. ഇത് ഒരു നല്ല വെറൈറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ലേ? മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് ഔട്ട് ആവണനുസരിച്ച് മാറ്റി നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇത് ആൾക്കാർ ബെറ്റർ കപ്പ് നന്നായിട്ട് പൂക്കോ, ഈ വലിയ പൂവും വലിയ ഇലയെ കാണുമ്പോൾ പൂക്കൂല എന്ന സംശയമുണ്ട്. നമുക്കിവിടെ എപ്പോഴും പോകണ്ടില്ലേ? നമുക്കിത് നന്നായിട്ട് പൂവുണ്ടാവുന്നു. ഗോൾഡൻ സമ്മർ വൈറ്റ് അതിന്റെ മദർ പ്ലാന്റ് ആണ്. നന്നായിട്ട് പൂക്കുന്നതിനാ കൂടുതൽ തൈ ഉണ്ടാക്കും.